ഗുഡ് മോർണിംഗ് ആൾ, വെൽക്കം ബാക്ക് ടു ലേൺ സൈക്കോളജി ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 3 മോഡൽസ് ഓഫ് മെമ്മറിയാണ്. 3 മോഡൽസ് ഓഫ് മെമ്മറി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ ആൻഡ് വർക്കിംഗ് മെമ്മറി മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ. അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന മോഡൽ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി എന്നുള്ള ഹെഡിങ്ങിലാണ് അറിയപ്പെടുന്നത്. അപ്പം നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ എന്നിവരാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. 1968 ആ ഒരു ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് കമ്പ്യൂട്ടറിൻ്റെ വർക്കിൻ്റെ ബേസിസിലാണ്. അതായത് കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലാണ് ഹ്യൂമൻ മെമ്മറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് തോട്ടിൻ്റെ, അങ്ങനെ ഒരു ആലോചനയുടെ ബേസിസിലാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് അങ്ങോട്ട് കൊടുക്കുന്നു, ഇൻഫോർമേഷൻസ് അവിടെ സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമുള്ള ഡാറ്റ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അതായത് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മോണിറ്ററിൽ അവർ ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ്. അപ്പോൾ സെയിം ഐഡിയേൻ്റെ ബേസിസിലാണ് നമ്മുടെ മെമ്മറിയും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റേജ് മോഡൽ എന്നും മോഡൽ എന്നും പറയുന്നുണ്ട്. മോഡൽ എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വേർഡിന് എ ആണ് എല്ലിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വരുന്നത്, സെക്കൻഡ് വേർഡിന് ഇ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ 3 സ്റ്റേജസ് ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നതാണ് സെൻസറി മെമ്മറി. ആദ്യം തന്നെ നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് കാണുന്ന ഇൻഫോർമേഷൻസ് സെൻസറി മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നത്. കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും സെൻസറി മെമ്മറി അത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, ഫോർ എ ബ്രീഫ് പീരിയഡ് ഓഫ് ടൈം. നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ഷോർട്ട് ടേം മെമ്മറി. സെൻസറി മെമ്മറിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്യണമെന്നില്ല. സെൻസറി മെമ്മറിയിലേക്ക് നമ്മൾ എന്താണോ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് അത്തരം കാര്യങ്ങൾ മാത്രമേ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നുള്ളൂ. ഈ ഷോർട്ട് ടേം മെമ്മറി ആ ഒരു ടേം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ച് സമയത്തേക്ക് മാത്രം അതവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്തു വെക്കുന്നു. 30 സെക്കൻഡ്സിലേക്ക് മാത്രം അതെന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് പിന്നെ വരുന്നതാണ് ലോങ് ടേം മെമ്മറി. 30 സെക്കൻഡ്സ് മാത്രം നമ്മൾ ഈ മെമ്മറി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് 30 സെക്കൻഡ്സ് മാത്രമേ നിന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, എങ്ങനെ നമ്മൾക്കത് ആൻസർ ഷീറ്റിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം മെമ്മറിയിലെ ഇൻഫോർമേഷൻസ് ലോങ് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്യുന്നത്. അത് നമ്മൾ വീണ്ടും വായിച്ച് റിഹേഴ്സ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നത്, അല്ലേ, നമ്മൾക്ക് എക്സാം വരെ അത് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമുക്കൊരു ഡയഗ്രം വെച്ച് നോക്കാം. കാണാൻ പറ്റുന്നില്ലേ? ഇൻഫോർമേഷൻ വരുന്നു, അതെങ്ങോട്ടാണ് വരുന്നത്, നമ്മുടെ സെൻസറി മെമ്മറിയിലേക്ക് കയറുന്നു. സെൻസറി മെമ്മറിയിൽ അത് ലെസ് ദാൻ എ സെക്കൻഡ്, ഒരു സെക്കൻഡിന് ലെസ് ദാൻ ആയിട്ടാണ് ആ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ച് അറ്റൻഷൻ കൊടുക്കുമ്പോൾ, കുറച്ച് ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ആ ഒരു ഇൻഫോർമേഷൻ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നുള്ളൂ. ഷോർട്ട് ടേം മെമ്മറിയിൽ അതെന്ത് ചെയ്യുന്നു, ലെസ് ദാൻ 30 സെക്കൻഡ്സ് അത് സ്റ്റോർ ചെയ്യുന്നു. ഇനി ആ ഷോർട്ട് ടേം മെമ്മറിയിൽ കയറിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ലൈഫ് ലോങ് റിമെമ്പർ ചെയ്യണം, നമ്മൾ മരിക്കുന്ന വരെ നമുക്കത് റിമെമ്പർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും റിഹേഴ്സ് ചെയ്ത് പഠിക്കുമ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമ്മൾ ഗ്രാസ്പായിട്ട്, അതായത് അതിനെ ഡീപ്പായിട്ട് പഠിക്കുന്നത് മൂലം അത് ഇങ്ങോട്ട് കയറുന്നു, ലോങ് ടേം മെമ്മറിയിലേക്ക് കയറുന്നു. ലോങ് ടേം മെമ്മറിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് എപ്പോൾ ചോദിച്ചാലും അതിൻ്റെ ഒരു ആൻസർ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ആൽഫബറ്റിക് ഓർഡറൊക്കെ. ഇതൊക്കെ എന്താണ്, ലോങ് ടേം മെമ്മറിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഇതൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോകുന്നില്ല, അൺലെസ് നമ്മളുടെ ബ്രെയിനിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റുന്നത് വരെ. നെക്സ്റ്റ് വരുന്ന മോഡലാണ് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ. ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ക്രൈക്ക് ആൻഡ് ടോൾവിങ് ആണ്. അപ്പം നമ്മുടെ അറ്റ്കിൻസൺ ഷിഫ്രിൻ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്റ്റേജ് മോഡലായിട്ടാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, ഇങ്ങനെ നമ്മുടെ മെമ്മറി വീണ്ടും കയറി പോകുന്ന സ്റ്റേജസ് ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിസിലാണ് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ പറയുന്നത്. അതായത് ഫസ്റ്റ്
നമ്മുടെ സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് ആണ്. ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫിസിക്കൽ സ്ട്രക്ചറൽ, നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ജസ്റ്റ് അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തത്, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെയാണ് പറയുന്നത് ഫിസിക്കൽ സ്ട്രക്ചറൽ പ്രോസസ്സിങ്. ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറിൻ്റെ ബേസിസിൽ മാത്രമാണ് നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്യാറ്റ് എന്നുള്ള വേർഡ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് കളർ കൊണ്ടാണ് ആൽഫബറ്റ്സ് എഴുതിയിട്ടുള്ളത്, കേഴ്സീവ് റൈറ്റിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. ഇതിനാണ് ഫിസിക്കൽ എന്ന് പറയുന്നത്, ഫിസിക്കൽ പ്രോസസ്സിങ്. നെക്സ്റ്റ് വരുന്ന ഫോണോളജിക്കൽ പ്രോസസ്സിങ്. ശരിക്കും ഈ ഫോണോളജിക്കൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എന്നുള്ള മീനിങ് ആണ് അത് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യത്തെ കേൾക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് മാത്രം ശ്രദ്ധിക്കുന്നു, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫോണോളജിക്കൽ ലെവൽ ഓഫ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാറ്റ് എന്ന് കേൾക്കുമ്പോൾ ഓക്കെ കാറ്റ് പോലെ പറയുന്ന ഒരു ലെവൽ ഓഫ് വേർഡ് ആണെന്നുള്ളത് മാത്രം നമ്മളതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സെമാൻറ്റിക് പ്രോസസ്സിങ്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, സെമാൻറ്റിക് വേർഡിൻ്റെ മീനിങ് തന്നെ മീനിങ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിന് എത്രത്തോളം ഇൻഡെപ്തായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി അത്രത്തോളം ഇൻഡെപ്തായിട്ട് നമ്മളെ മെമ്മറിയിലേക്ക് അത് കയറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ക്യാറ്റിൻ്റെ അപ്പിയറൻസ് നോക്കി ക്യാറ്റിൻ്റെ സൗണ്ട് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി, ക്യാറ്റ് എന്നുള്ളത് ഒരു ആനിമലാണ്, അതുപോലെ തന്നെ ക്യാറ്റ് എന്നുള്ളത് ഇങ്ങനെ 4 legs ഉള്ള ഒരു ആനിമലിനെ സൂചിപ്പിക്കുന്ന പേരാണ് എന്നുള്ളത് രീതിയിൽ നമ്മളതിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിനെയാണ് സെമാൻറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇൻഡെപ്തായിട്ട് ഒരു കാര്യത്തിനെ പ്രോസസ്സ് ചെയ്യുന്നു അത്രത്തോളം ഇൻഡെപ്തായിട്ട് നമുക്ക് അതിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സ്ട്രക്ചർ മാത്രം അതെങ്ങനെ ഫിസിക്കലി അപ്പയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കത് ലഭിച്ചോളണം എന്നില്ല. കാരണം നമ്മളതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ ജസ്റ്റ് എവിടേക്കാണ് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് മാത്രം നോക്കിയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ ആ കൺസെപ്റ്റുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കാതെയാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ആ ഒരു എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ എങ്ങനെയാണ് ടീച്ചർ സൗണ്ട് ചെയ്യുന്നത്, ഒരു കാര്യം ടീച്ചർ പറയുമ്പോൾ ടീച്ചർ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ സൗണ്ടിന് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വസ്തുവും പിന്നെ ആ ടീച്ചർ എന്ത് പറഞ്ഞു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. അൺലെസ് നിങ്ങളതിൻ്റെ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് റിമെമ്പർ ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം. ഓക്കെ, ഇനി നമുക്ക് വർക്കിംഗ് മെമ്മറി മോഡലിലേക്ക് പോകാം. വർക്കിംഗ് മെമ്മറി മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മോഡലിൽ, ഓർക്കുന്നുണ്ടോ? അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് ഷോർട്ട് ടേം മെമ്മറി. സെൻസറി മെമ്മറി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ടേം ആയിരുന്നു ഷോർട്ട് ടേം മെമ്മറി. അവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലെസ് ദാൻ 30 seconds നമ്മൾ ഇൻഫോർമേഷൻസ് ഹോൾഡ് ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും റിഹേഴ്സ് ചെയ്താൽ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ചില്ലറക്കാരനല്ല അല്ലേ, അവിടെയാണ് എന്തൊക്കെയോ സംഭവിക്കുന്നത്, അവിടെയാണ് അവിടുത്തെ ഇൻഫോർമേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിഹേഴ്സ് ചെയ്യുന്നത്. അതുമൂലമാണ് നമുക്കത് ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ബാഡ്ലി ആൻഡ് ഹിച്ച് എന്ന് പറഞ്ഞുള്ളവർ 1974 നമ്മളുടെ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ കൺസെപ്റ്റ്, ലെവൽ എങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റ് ഈ ഷോർട്ട് ടേം മെമ്മറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ മോഡലാണ് വർക്കിംഗ് മെമ്മറി മോഡൽ. അപ്പോൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി തന്നെയാണ് കേട്ടോ വർക്കിംഗ് മെമ്മറി. അതിന് കൂടുതൽ കൺസെപ്റ്റുകളും അതിൽ കൂടുതൽ പഠനങ്ങളും ബാഡ്ലി ആൻഡ് ഹിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ അവർ വീണ്ടും റീനെയിം ചെയ്തതാണ് വർക്കിംഗ് മെമ്മറി എന്നുള്ളത്. അപ്പോൾ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, സെൻസറി മെമ്മറിയിൽ നിന്നും വരുന്ന കുറച്ച് ഇൻഫോർമേഷൻസിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 30 secondsലും കുറവ് സമയത്തേക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോറായിട്ട് നമുക്ക് വർക്കിംഗ് മെമ്മറീനെ പറയാം അല്ലേ. എന്നാൽ ആ സ്റ്റോറിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കൂടുതൽ വീണ്ടും പഠിക്കുന്നത്. ആ ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ വീണ്ടും അതിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്. ആ ഇൻഫോർമേഷൻസിനെ തന്നെയാണ് നമ്മൾ വീണ്ടും റിഹേഴ്സ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, വീണ്ടും വീണ്ടും ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യുന്നത് അതിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻസിനെയാണ്. അങ്ങനെയാണത് പിന്നീട് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് മെമ്മറിയിൽ തന്നെ സെൻട്രൽ എക്സിക്യൂട്ടീവ്, ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, എപ്പിസോഡിക് ബഫർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോർ ആയിട്ടുള്ള സെൻട്രൽ എക്സിക്യൂട്ടീവ് നോക്കാം. സെൻട്രൽ എക്സിക്യൂട്ടീവ്, ആ നെയിം നിങ്ങൾക്ക് എന്തിൻ്റെ മീനിങ്ങാണ് തരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എക്സിക്യൂട്ടീവ് എന്നുള്ള വേർഡ്. എക്സിക്യൂട്ടീവാണ്, ഇന്ന കമ്പനിയിൽ എക്സിക്യൂട്ടീവാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ജോബ് എന്താണ്? എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക, ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ജോബ് തന്നെയാണ് സെൻട്രൽ എക്സിക്യൂട്ടീവിന് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, എപ്പിസോഡിക് ബഫർ, ഇത്രയും കാര്യങ്ങൾ ഓരോ സ്റ്റോറുകളാണ്. ഈ സ്റ്റോറുകളിൽ എങ്ങനെയൊക്കെ ഇൻഫോർമേഷൻസ് പോകണം, ഏതൊക്കെ ഇൻഫോർമേഷൻസ് പിന്നീട് ലോങ് ടേം മെമ്മറിയിലേക്ക് സെൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ലീഡറായിട്ടുള്ള ആരാണ്? സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റോറുകളിലേക്ക് കടക്കാം. ഫോണോളജിക്കൽ ലൂപ്പാണ് ഫസ്റ്റ് വരുന്ന സ്റ്റോർ. നമ്മളുടെ വേർബലും ഓഡിറ്ററി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ആളാണ് ഫോണോളജിക്കൽ ലൂപ്പ്. അതായത് നമ്മുടെ വേർഡ്സ് ആയിട്ട് നമ്മളിപ്പോൾ വായിച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാറാണ് ഫോണോളജിക്കൽ ലൂപ്പാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഫോണോളജിക്കൽ ലൂപ്പിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൂടുതൽ ഫോണോളജിക്കൽ ലൂപ്പ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല. എന്നാൽ സ്റ്റോർ ചെയ്ത് വെക്കും. എപ്പോൾ? അത് നമ്മൾ വീണ്ടും റിഹേഴ്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ അത് 2 സെക്കൻഡിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഫോണോളജിക്കൽ സ്റ്റോർ എന്നും ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് എന്നും പറഞ്ഞിട്ടുള്ള 2 സ്റ്റോറുകളിൽ അതിൻ്റെ അണ്ടറിലായിട്ട് വരുന്നുണ്ട്. ഫോണോളജിക്കൽ ലൂപ്പിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന 2 സ്റ്റോറുകളാണ് ഫോണോളജിക്കൽ സ്റ്റോർ, ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ്. ഫോണോളജിക്കൽ സ്റ്റോർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസിനെ കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ളത് മാത്രം. എന്നാൽ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻസ്, അതായത് നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ള ആ ഒരു സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോണോളജിക്കൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് വീണ്ടും നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ നമ്മൾ റിഹേഴ്സ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മളിങ്ങനെ നമ്മൾ മനക്കണക്ക് എന്നൊക്കെ പറയും. അതായത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇട്ട് അതിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാറുണ്ട്, റിഹേഴ്സ് ചെയ്യാറുണ്ട്. ആ പണി ആരാന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കുലേറ്ററി റിഹേഴ്സൽ പ്രോസസ്സാണ്. അതിൻ്റെ പേരിൽ തന്നെ അത് വരുന്നുണ്ടല്ലോ അല്ലേ, റിഹേഴ്സ് ചെയ്യാണ്. ഫോണോളജിക്കൽ സ്റ്റോർ എന്ത് ഇൻഫോർമേഷനാണോ സ്റ്റോർ ചെയ്തത് അത് വീണ്ടും റിഹേഴ്സ് ചെയ്യുകയാണ്. മൂലം തന്നെ അത് ഡീകേ ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ മറന്നു പോകുന്നതിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ആ ഒരു നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിഷ്വലും സ്പേഷ്യലും ആയിട്ടുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളുടെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യം നമ്മളടുത്തൊരു സ്റ്റോറി പോലെ പറയാണ്. ആളുടെ വീട്ടിലൊക്കെ നമ്മൾ പോയിട്ടുള്ളത് മെമ്പേഴ്സിനെയൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റോറി കേൾക്കുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ റിമെമ്പർ ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ മൈൻഡിലേക്ക് അവരുടെ മുഖങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ എന്താണ് കാരണം? ഈ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിലെ വിഷ്വൽ കമ്പോണൻറ്റ് അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട ആ ഇമേജസ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ഇനി സ്പേഷ്യൽ കമ്പോണൻറ്റിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ സ്പേഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ ഒരു വഴീനെ കുറിച്ച് റിമെമ്പർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന ലൊക്കേഷൻ, ഒരു മരം കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരതിനെ കുറിച്ചിട്ട് ആ വഴി എങ്ങനെയാണ്, ആ ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് അവരിങ്ങനെ കണക്ട് ചെയ്തിട്ട് റിമെമ്പർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിനെയാണ് സ്പേഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതാണ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. നെക്സ്റ്റ് വരുന്ന കമ്പോണൻ്റ് ആയിട്ടുള്ള എപ്പിസോഡിക് ബഫർ നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കി പഠിക്കാം. അപ്പോൾ എല്ലാവരും ഫൈൻഡ് ഔട്ട് ചെയ്യുക, എവിടെയാണ് എപ്പിസോഡിക് ബഫർ ഇരിക്കുന്നത്? നടുവിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. നടുവിൽ തന്നെ അത് ഇരിക്കുന്നുണ്ട്. ഫോണോളജിക്കൽ ലൂപ്പിൽ നിന്നുള്ള ഇൻഫോർമേഷന് എപ്പിസോഡിക് ബഫറിലേക്ക് വരുന്നുണ്ട്. വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ നിന്നുള്ള ഇൻഫോർമേഷൻ എപ്പിസോഡിക് ബഫറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൗണ്ട് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കിട്ടി, കാഴ്ചയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ കിട്ടി, അതുപോലെ തന്നെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടി. അപ്പോൾ ഒരാൾക്ക് ഒരു സംഗതിനെ കുറിച്ച് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും വന്നിട്ടുണ്ട് എപ്പിസോഡിക് ബഫറിലേക്ക് അല്ലേ. അപ്പോൾ ആ ഇൻഫോർമേഷൻസിനെ ഒക്കെ കൂടെ അവർ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്യാണ് എപ്പിസോഡിക് ബഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ പിടികിട്ടിയല്ലോ എപ്പിസോഡിക് ബഫറിൻ്റെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി, അവരായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ്, നമ്മൾ എത്ര മീറ്റിംഗ് വീണ്ടും നടന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് മീറ്റിംഗ് നമ്മളെല്ലാവരും ഓർത്ത് വെക്കാറുണ്ടല്ലേ. അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോയതുകൊണ്ടല്ലേ നമുക്ക് ഇപ്പോഴും അതൊരു കണ്ണിൽ കാണുന്ന പോലെ തന്നെ നമുക്കത് ഓർമ്മ ലഭിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണോളജിക്കൽ ലൂപ്പ്, ആൾ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിലുണ്ട്. അതുപോലെ തന്നെ ആൾ എങ്ങനെ വന്നു, എവിടെ വന്നിരുന്നു, നമ്മളടുത്ത് എങ്ങനെയാണ് അവർ സംസാരിച്ചിരുന്നത്, അവരുടെ ഡ്രസ്സിങ് എന്താണെന്നുള്ളതൊക്കെ വിഷ്വൽ
വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡും നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും എപ്പിസോഡിക് ബഫർ എന്ത് ചെയ്തു, നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത്തരം ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്തു. എല്ലാതും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അവർ അത് സെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് എത്ര ലൈഫ് ലോങ് കഴിഞ്ഞ് കഴിഞ്ഞാലും എത്ര ടൈം പിന്നിട്ട് കഴിഞ്ഞാലും നമുക്കൊരു ഫസ്റ്റ് മീറ്റിംഗ് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത്. പിന്നെ ടോപ്പിലിരിക്കുന്ന വ്യക്തി ആരായിരുന്നു, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് അല്ലേ, സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ഇതെല്ലാതും നിയന്ത്രിക്കുന്നത്. ഓരോ ഇൻഫോർമേഷൻസ് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾ സെൻട്രൽ എക്സിക്യൂട്ടീവ്. പിന്നെ നമ്മുടെ 3 കമ്പോണൻസ് അതിൻ്റെ താഴെ വരുന്നുണ്ട്. ഓരോ കമ്പോണൻസിലും എന്ത് ഇൻഫോർമേഷൻസ് ആണ്, ഫോണോളജിക്കൽ ലൂപ്പിൽ വെർബൽ ഇൻഫോർമേഷൻ, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ വിഷ്വൽ ഇൻഫോർമേഷൻ, എപ്പിസോഡിക് ബഫർ, ഇതെല്ലാതും കൂടെ ലോങ് ടേം മെമ്മറിയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ആ ലോങ് ടേം മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, വെറും എപ്പിസോഡിക് ബഫർ ആണ് എല്ലാം കൂടെ കൊണ്ടുപോയി ലോങ് ടേം മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുള്ളൂ. സോ താങ്ക് യു.